ചൂടാവണം. അതുപോലെ പൊട്ടിക്കലക്കി വരുമ്പോഴാണ് കടുക് ഇടേണ്ടത്. ഇത്ര കടുക് ഇടാവും. സൂക്ഷിക്കണം പൊട്ടിക്കറിക്കാറുണ്ട്. എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് തടിയുടെ ഒരു സ്പൂൺ വെച്ചുകൊണ്ടായിരിക്കണം ഉണ്ടാവേണ്ട. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആകുമ്പോൾ അതെന്താണ് സവോള ഏകദേശം അതിൻ്റെ പച്ചമണം മാറുമ്പോൾ കറിവേപ്പില ഇടണം. രണ്ട് സവോള ഏകദേശം ഇതുപോലെ ആകുമ്പോൾ നമുക്ക് എന്താണ് കറിവേപ്പില ഇടണം. രണ്ട് ഇതുപോലെ ആകുമ്പോൾ കറിവേപ്പില ഇടണം. കറിവേപ്പില കഴുകാൻ മറക്കരുത്. അതാണ് മെയിൻ കാര്യം ഞാൻ മറന്നു പോകുന്നത് എപ്പോഴും. കറിവേപ്പില ഇടുമ്പോൾ സൂക്ഷിക്കണം. വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കണം കറിവേപ്പില ഇടേണ്ടത്. ഇത്രയും ചിക്കൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും സവോള എടുത്തത്. 3 സവോള ഞാൻ എടുത്തുള്ളൂ. പിന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, മുളക് 3 എണ്ണം, പിന്നെ കടുക് നമ്മൾ നെട്ടിയിട്ടിരുന്നു, എണ്ണ ആവശ്യപ്പെട്ടതായിരിക്കും ചില സമയത്തൊക്കെ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ചിക്കൻ മസാല. അത്രയും മസാലകളാണ് നമുക്ക് വേണ്ടത്. അടുത്ത് നമ്മൾക്ക് ഇനി പച്ചമുളക് ഇടാം. പച്ചമുളകിന്റെ പച്ചമണം കഴിയുമ്പോൾ പച്ചമണം പോകുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഇനി ഈ സവോള എന്താണ് ഈ ബിരിയാണി
മൂപ്പിക്കാറുണ്ടല്ലോ, അതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇച്ചിരി ബ്രൗണിഷ് ഗോൾഡൻ ആവണം. ഇതുപോലെയൊന്നും അല്ല, അതിനെക്കാട്ടും ഇച്ചിരി കൂടുതലാവണം. തീ കുറച്ച് പോയി. അടുത്ത ഇനി നമ്മളുടെ ഈ ഒരു ഒണിയൻ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ആദ്യം ഇടേണ്ടത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി 1 സ്പൂണാണ്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. കുരുമുളക് 3 സ്പൂണ്. 2 സ്പൂണാണ്. ചിക്കൻ മസാല 2 സ്പൂണ്. മുളക് പൊടി 1.5 സ്പൂണ്. അത്ര മുളക് പൊടി വേണ്ട, കുറച്ചേ ഉള്ളൂ ചിക്കൻ. എത്ര ചിക്കനാണുള്ള അത്രയും മുളക് പൊടി ഇട്ടാൽ മതി. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇട്ടു മുളക് പൊടി. അടുത്ത നമ്മള് വിനീഗർ 1/2 കപ്പ്. ഇത്ര മതി. അത് ഫുള്ളാണ് ഏകദേശം. അടുത്തത് നമ്മള് ചെയ്യണം. മസാലകൾ മിക്സ് ചെയ്യണ സമയത്ത് ലോ ഹീറ്റ് ആയിരിക്കണം. ഇനി ഇതുപോലെ വെച്ച് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. റെസ്റ്റ് ചെയ്യണം. ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുറന്നിട്ട് ഇളക്കി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ ഇടുന്നത്. ബൈ. പിന്നെ വേറൊരു കാര്യം, വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട. നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണ തന്നെ അബ്സോർവ് ചെയ്യും അത്. അപ്പോൾ വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട. മസാല ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടിട്ടുണ്ട്.
നല്ലോണം ഇളക്കണം. എടുത്ത് നമ്മൾ ചിക്കൻ ഇതുപോലെ ഇളക്കണം, നല്ലോണം ഇളക്കണം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇച്ചിരി നേരം വെച്ച് കഴിയുമ്പോൾ ചിക്കൻ ഇതുപോലെ ആവും. അപ്പോൾ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇച്ചിരി നേരം കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് ചിക്കൻ്റെ പരുവം ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇടാം. പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്കും കൂടി റെസ്റ്റ് വെക്കണം. ചിക്കൻ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഓഫാക്കാം. നമുക്ക് സ്റ്റോവ് ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമ്മളുടെ റെഡിയാണ്. ഇതിപ്പോൾ അടുത്തത് serve it hot. Bye.